സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഇല്ലെന്ന് CPIM. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് അടിസ്ഥാനത്തിലെ വോട്ട് കണക്ക് ഇടത് അനുകൂലമാണ്. സർക്കാർ പ്രവർത്തനങ്ങളിൽ എതിരഭിപ്രായം ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയമായി ജനം വോട്ട് ചെയ്ത കണക്കെടുത്താൽ 68 മണ്ഡലങ്ങളിൽ ലീഡ് ലഭിച്ചെന്നും തോൽവി വിലയിരുത്താൻ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വിലയിരുത്തി. LDFിന്റെ അടിത്തറ ശക്തമാണെന്ന് യോഗത്തിന് ശേഷം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. എന്നാൽ മധ്യ കേരളത്തിലും മലപ്പുറം ഉൾപ്പെടെ ജില്ലകളിൽ ഉണ്ടായ തോൽവി ആഴത്തിൽ പഠിക്കും. ശബരിമല സ്വർണ്ണക്കവർച്ച തെരഞ്ഞെടുപ്പിനെ ബാധിച്ചോ എന്ന് പരിശോധിക്കാം. ബാധിച്ചിരുന്നുവെങ്കിൽ BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കുമായിരുന്നു. ക്ഷേത്ര നഗരങ്ങളിലടക്കം LDFിനാണ് നേട്ടമുണ്ടായതെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ആദ്യം ആ പ്രതികരണം. കപ്പലിങ്ങനെ ദ്വാരം പിടിച്ച് വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്നും പ്രചരണം നടത്തിയവർക്ക് അങ്ങനെ മുങ്ങുന്നില്ല എന്ന കാര്യം വ്യക്തമാക്കുന്നതാണ് കണക്ക്. 58 തന്നെ അതിന് പുറമെ സൂക്ഷ്മമായിട്ട് വായിച്ചു നോക്കിയാൽ 500 വോട്ട് 600 വോട്ടിൻ്റെയൊക്കെ വ്യത്യാസത്തിലുള്ള മണ്ഡലങ്ങളുണ്ട്. പക്ഷേ ആ കുറവ് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളെ ശരിയായ രീതിയിൽ പരിശോധിച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടാൻ സാധിക്കുന്ന ഒരു രാഷ്ട്രീയ അടിത്തറ വ്യക്തമാണ് എന്നതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ ഭദ്രമായിട്ട് തന്നെ നിൽക്കുന്നു എന്നാണ് എല്ലാ പ്രചാരവേലയും നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലും പറയാതെ മനോരമ ഇന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ചില ജില്ലകളിൽ മധ്യ കേരളം അതുപോലെ തന്നെ മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിലുണ്ടായ പരാജയം സംബന്ധിച്ച് ആഴത്തിലുള്ള പഠനം നടത്തേണ്ടതുണ്ട്. പ്രഥമ ദൃഷ്ട്യാ തന്നെ നോക്കുമ്പോൾ ഇതുപോലുള്ള പരാജയം അവർ വാങ്ങിയിട്ടുണ്ട്, ഏറ്റുവാങ്ങിയിട്ടുണ്ട്. തൃശ്ശൂർ, നിങ്ങൾ തൃശ്ശൂർ, കൊടുങ്ങല്ലൂർ, അതുപോലെ രാജരാജേശ്വരി ഉണ്ടല്ലോ നമ്മുടെ തളിപ്പറമ്പ്, പറശ്ശിനിക്കടവ്, ഇതെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസ കേന്ദ്രങ്ങൾ. കൊടുങ്ങല്ലൂർ, ആ വിശ്വാസ കേന്ദ്രങ്ങൾ ഒന്നും BJP ജയിച്ചിട്ടില്ലല്ലോ. ഈ വിശ്വാസം പറഞ്ഞു ഗുരുവായൂർ ഒന്നും ഈ ബിനോയിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ബിനോയ്, തോൽവി പരിശോധിക്കാൻ ചേർന്ന ഒരു യോഗം, ആ യോഗം കഴിഞ്ഞപ്പോൾ വലിയ രീതിയിലുള്ള തോൽവി ഉണ്ടായിട്ടില്ല. 68 മണ്ഡലങ്ങളിൽ ലീഡുണ്ട്. അത് നിയമസഭാ മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ ഒരു ലീഡ് ഉണ്ടാകും എന്നുള്ള ഒരു വിലയിരുത്തലിലേക്കാണ് എത്തിയത്. ക്ഷേത്ര നഗരങ്ങളിലടക്കം LDFിന് നേട്ടമുണ്ടായെന്നും പറയുന്നു. അതോടൊപ്പം BJP വലിയ നേട്ടമുണ്ടാക്കിയില്ല എന്നും പറയുന്നു. പ്രധാനമായും അറിയേണ്ടത് രണ്ട് കാര്യമാണ്. ഈ ഒരു വിലയിരുത്തൽ കൊണ്ട് മാത്രം മുന്നോട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണോ CPIM പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. രണ്ടാമത്തേത്, ഇത്രയും ഒന്ന്, അതായത് BJP തിരിച്ചടി ഉണ്ടാക്കിയിട്ടില്ല എന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നു. അങ്ങനെ വെറുതെ അങ്ങ് തള്ളിക്കളയേണ്ടതാണോ BJPയുടെ ഈ ഒരു വിജയത്തെ? കാളിദാസ്, പ്രധാനമായും പാർട്ടിക്ക് അതിൻ്റെ അടിത്തറ നഷ്ടപ്പെട്ടിട്ടില്ല, ഇളക്കിയിട്ടില്ല എന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത്. പ്രധാനമായും അദ്ദേഹം രണ്ട് കാര്യങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത്. ഒന്ന്, പാർട്ടിയുടെ വോട്ടിംഗ് ശതമാനത്തിൽ കാര്യമായ കുറവുണ്ടായിട്ടില്ല. രണ്ട്, ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ ചർച്ച നടന്നിരുന്നെങ്കിൽ പോലും അത് വോട്ടിങ്ങിനെ ബാധിച്ചിട്ടില്ല, അതൊരു വലിയ വിഷയമായി മാറിയിട്ടില്ല എന്ന് പറയുമ്പോൾ, നേരത്തെ CPI പറഞ്ഞത് ശബരിമല സ്വർണ്ണപ്പാളി വിവാദം വലിയ തരത്തിൽ ചർച്ചയായി, അത് പോളിങ്ങിനെയും അതുപോലെ തന്നെ പാർട്ടിയുടെ വിജയത്തെയൊക്കെ ബാധിച്ചു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിനെ തള്ളിപ്പറയുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു വെക്കുന്നത്. അതായത് BJP കാര്യമായ ഒരു മുന്നേറ്റം കേരളത്തിൽ നടത്തിയിട്ടില്ല. പ്രധാനമായും ക്ഷേത്ര നഗരങ്ങളിൽ ഇപ്പോഴും CPIMൻ്റെ കയ്യിൽ തന്നെയാണ്. അവിടെ വലിയ തരത്തിലുള്ള മുന്നേറ്റം നടത്തുവാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഉദാഹരണമായി അദ്ദേഹം എടുത്തു പറയുന്നത് തൃശ്ശൂർ, ഗുരുവായൂർ, ഒപ്പം പറശ്ശിനിക്കടവ്, ഇങ്ങനെ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴും CPIMന് വലിയ തരത്തിലുള്ള വോട്ട് ലഭ്യമായിട്ടുണ്ട്. അവിടെ ജയിച്ചതൊക്കെ തന്നെ CPIയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇടതു മുന്നണിയുമായി ബന്ധപ്പെട്ട പാർട്ടികളും അതിലെ ആളുകളും തന്നെയാണ് വിജയിച്ചത്. അവിടെയെങ്കിലും BJPക്ക് മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു വെക്കുന്നത്. പാർട്ടിയുടെ അടിത്തറയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, വെറുതെ ഊഹാപോഹങ്ങളും കിംവദന്തികളും പറഞ്ഞു പരത്തുകയാണ് എതിർവിഭാഗം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു, മധ്യ കേരളത്തിൽ പാർട്ടിക്ക് ക്ഷീണമുണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് പാർട്ടി വളരെ കൃത്യമായ ഒരു പഠനം നടത്തും, ആഴങ്ങളിലുള്ള ഒരു പഠനം തന്നെ അനിവാര്യമാണ് എന്നുകൂടി MV ഗോവിന്ദൻ മാസ്റ്റർ
മാസ്റ്റർ പറഞ്ഞു വെക്കുന്നു. കണക്കുകൾ നിരത്തി നോക്കുമ്പോഴേക്കും 68 നിയമസഭാ മണ്ഡലങ്ങളിൽ പാർട്ടിക്ക് നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് CPIM-ന്റെ ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിലെ വിലയിരുത്തൽ. അത്തരത്തിൽ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഒരു വിലയിരുത്തൽ നടത്തിയതിന് ശേഷമാണ് ഗൗതം മാസ്റ്റർ മാധ്യമങ്ങളെ കണ്ടത്. ഈ മാധ്യമങ്ങളെ കാണുമ്പോൾ പലതരത്തിലുള്ള ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്ത് ഉയർന്നു വന്നെങ്കിൽ തന്നെയും അതിനെയെല്ലാം ഖണ്ഡിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടിയും. അതായത് BJPയെ സംബന്ധിച്ചിടത്തോളം BJP തലസ്ഥാന നഗരം പിടിച്ചെടുത്തു എന്ന് പറയുമ്പോഴേക്കും അതിൽ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, അത്തരത്തിൽ ഒന്നോ രണ്ടോ കാര്യങ്ങൾ ഒഴിച്ചാൽ ബാക്കി ഒരു സ്ഥലങ്ങളിലും BJPക്ക് കാര്യമായ മുന്നേറ്റം നടത്തുവാൻ കഴിഞ്ഞിട്ടില്ല. സാധാരണഗതിയിൽ ക്ഷേത്രങ്ങളും ക്ഷേത്ര പരിസരങ്ങളും ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണല്ലോ BJP അവരുടെ വലിയ നേട്ടം നേടിയെടുക്കേണ്ടത്. എന്നാൽ അത്തരത്തിൽ ഒരു നേട്ടവും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രവുമല്ല, കേരളത്തിൽ ഉണ്ടായിരുന്ന ജനകീയമായ പ്രശ്നങ്ങൾ കൃത്യമായി ചർച്ച ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയ പാർട്ടി എന്ന നിലയ്ക്ക് ഇടതുപക്ഷ മുന്നണിക്ക് കാര്യമായ തരത്തിൽ വോട്ട് ലഭിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു പരാജയമോ പാർട്ടിക്ക് എവിടെയെങ്കിലും ക്ഷീണമോ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ തയ്യാറാണെന്നും വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്നെങ്കിലും അത് തിരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടില്ല. അത് ഒരു സ്ഥാനാർത്ഥിയുടെയും ജയപരാജയങ്ങളെ ബാധിച്ചിട്ടില്ല. അപ്പോൾ ഇത് കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം മറ്റൊരു കാര്യം പറയുന്നത്, സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് പാർട്ടി ഒരു വിശദീകരണത്തിന് തയ്യാറാവുകയാണ്. ജില്ലകൾ കേന്ദ്രീകരിച്ച് മന്ത്രിമാരും ഒപ്പം തന്നെ പാർട്ടി നേതാക്കന്മാരും ഓരോ ജില്ലാ ആസ്ഥാനങ്ങളിലും എത്തി വിശദീകരണങ്ങൾ നടത്തും. ഒപ്പം പാർട്ടിയുടെ വിവിധ തട്ടുകളിലും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തുവാൻ പാർട്ടി തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. വലിയ കാലതാമസമില്ലാതെ മന്ത്രിമാരും പാർട്ടി സംസ്ഥാന നേതാക്കന്മാരും ഒക്കെ ഓരോ ജില്ലാ ആസ്ഥാനങ്ങളിലും എത്തി പാർട്ടിയും ഒപ്പം തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വലിയ തരത്തിൽ ഒരു സംവാദങ്ങൾ നടത്തി മുന്നോട്ട് പോകാനാണ് ഇപ്പോഴത്തെ തീരുമാനം. അതേസമയം സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ജയിലിൽ കഴിയുന്ന A. പത്മകുമാർ, മുൻ MLA, N. വാസു എന്നിവർക്കെതിരെ യാതൊരു കാരണവശാലും പാർട്ടി നടപടിയിലേക്ക് നീങ്ങില്ല. അവരുടെ പാർട്ടി നടപടി എപ്പോഴെങ്കിലും കുറ്റപത്രം സമർപ്പിച്ച് ഇരുവരും കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയാൽ മാത്രമേ പാർട്ടി നടപടിയിലേക്ക് നീങ്ങൂ എന്നും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കുന്നുണ്ട്. കേരളത്തിൽ ഒരു സ്ഥലത്തും പാർട്ടിക്ക് കാര്യമായ തരത്തിൽ പരാജയമോ അല്ലെങ്കിൽ പാർട്ടിക്ക് വോട്ട് കുറയുകയോ ചെയ്തിട്ടില്ല. ചില എതിർകക്ഷികളും ചില മാധ്യമങ്ങളും മാത്രമാണ് ഇത് സംബന്ധിച്ചുള്ള പ്രചാരണ വേല നടത്തുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്തായാലും CPIM ഇതേപോലെ തന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ട തലത്തിലുള്ള അവരുടെ ഒരു വിലയിരുത്തൽ നടത്തിയിരുന്നു. അതിലും കൃത്യമായ തരത്തിൽ പാർട്ടിക്ക് വലിയ തരത്തിൽ CPIക്ക് വലിയ തരത്തിൽ ക്ഷീണമുണ്ടാക്കിയ മേഖലകളെക്കുറിച്ചൊക്കെ തന്നെ അവർ ചർച്ച ചെയ്തിരുന്നു. കാരണം ഒരുമിച്ച് പാർട്ടി മുന്നണിയായി നീങ്ങുമ്പോഴും CPIയും ഒക്കെ നീങ്ങുമ്പോഴും രണ്ടുപേർക്കും കോട്ടം തട്ടാത്ത രീതിയിലുള്ള ഇടപെടലുകൾ നടത്തി മുന്നോട്ട് പോകാനാണ്. അതുകൊണ്ട് തന്നെ CPIയുടെ ചർച്ചകളൊന്നും തന്നെ അവർ പുറത്തേക്ക് പറയുകയോ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കാനോ നിലപാടുകൾ വ്യക്തമാക്കാനോ തയ്യാറല്ല. അതേസമയം ഇന്ന് രാവിലെ MB ഗോവിന്ദൻ മാസ്റ്ററും ബിനോയ് വിശ്വവും തമ്മിലൊരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇരു പാർട്ടികളുടെയും സംസ്ഥാന സമിതി യോഗങ്ങളിൽ പങ്കെടുക്കാൻ ഇരുവരും പിരിഞ്ഞത്. എന്തായാലും വലിയ തരത്തിലുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളത് ഉറപ്പാണ്. പുറത്ത് പാർട്ടിക്ക് ആഘാതമുണ്ടായില്ല എന്ന് നേതാക്കന്മാർ പറയുമ്പോഴും അകത്തെ ചർച്ചയിൽ വലിയ തരത്തിൽ ക്ഷീണം പാർട്ടിക്ക് സംഭവിച്ചു എന്ന് തന്നെയാണ് അവർ പറയുന്നത്. പാർട്ടിയുടെ അടിത്തറ ഇളകി എന്ന് പറയുന്നതൊക്കെ വെറും ചർച്ചകൾ മാത്രമാണെന്ന് പുറത്ത് പറയുന്നുണ്ടെങ്കിലും മധ്യ കേരളത്തിൽ പാർട്ടിക്കുണ്ടായ ക്ഷീണത്തെക്കുറിച്ച് വലിയ തരത്തിൽ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് CPIM-ന്റെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ തീരുമാനം. കാരണം കൊല്ലം പോലുള്ള ഒരു ജില്ല നഷ്ടപ്പെടുക, അവിടെ വലിയ തരത്തിൽ വിജയം ആഘോഷിച്ചിരുന്ന കൊല്ലം കോർപ്പറേഷൻ ഇപ്പോൾ കോൺഗ്രസ് പിടിച്ചെടുത്തിരിക്കുന്നു. മാത്രവുമല്ല, ജില്ലാ പഞ്ചായത്തിൽ വലിയ സീറ്റിൻ്റെ വ്യത്യാസമില്ലാതെ ഇരു മുന്നണികളും അടുത്തടുത്ത് വന്നിരിക്കുന്നു. ഗ്രാമപഞ്ചായത്തുകളിൽ വലിയ തരത്തിൽ വോട്ട് പിടിച്ചിരിക്കുന്നു. ഇതൊക്കെ തന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കാര്യമായി ബാധിക്കും എന്ന് പാർട്ടിക്ക് അറിയാം. മാത്രവുമല്ല, കരുനാഗപ്പള്ളി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, ചവറ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, ഇവിടെയൊക്കെ തന്നെ പാർട്ടിക്ക് നേരത്തെ മേൽക്കൈ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ വലിയ തരത്തിൽ കോൺഗ്രസ് മുന്നേറ്റം നടന്നിരിക്കുന്നു. ഇത് പാർട്ടിയെ ഇനി വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും തെരഞ്ഞെടുപ്പുകളിലൊക്കെ പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നുള്ളത് നേതാക്കന്മാർക്ക് വ്യക്തമായി അറിയാം. അങ്ങനെ പാർട്ടിക്ക് ദോഷമുണ്ടാക്കാത്ത തരത്തിൽ കാര്യങ്ങളിലേക്ക് നീങ്ങണമെന്നുണ്ടെങ്കിൽ പാർട്ടിക്കകത്ത് വലിയ തരത്തിൽ ചർച്ച വേണം. ജില്ലാ തലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് തയ്യാറാകാനും നീക്കങ്ങൾ നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ പാർട്ടിയുടെ തീരുമാനം. എന്തായാലും വരും ദിവസങ്ങളിൽ പാർട്ടി നേതാക്കൾ ഒന്നടങ്കം എല്ലാ ജില്ലകളിലും 14 ജില്ലാ ആസ്ഥാനങ്ങളിലേക്കും എത്തും. പാർട്ടി നേതൃനിരയിലുള്ളവരുമായി ചർച്ച നടത്താനും ഒക്കെയാണ് ഈ നിലവിലെ തീരുമാനം. കാളിദാസ്. ശരി, D. ബിനോയ് ആണ് വിവരങ്ങൾ നൽകിയത്.